ഹേ ഫ്രണ്ട്സ്, ഇനി നമുക്ക് നമ്മുടെ തൊടിയിൽ കിട്ടുന്ന കുറച്ച് ചെടികളെ വെച്ച് നമുക്ക് എങ്ങനെ ഉപ്പേരി വയ്ക്കാൻ നോക്കാം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് മധുര ചീര അല്ലെങ്കിൽ മലച്ചീര അല്ലെങ്കിൽ പ്രഷർ ചീര എന്നൊക്കെ പറയും. നിങ്ങളുടെ വീട്ടിൽ എന്താണ് പേരെന്നറിയില്ല, ഇതെങ്ങനെയാണ് അതിൻ്റെ ഇല. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തേക്ക് എന്താ പേര് വിളിക്കുകയെന്ന് എനിക്കറിയില്ല. ഇത് ഭയങ്കര ഔഷധ ഗുണമുള്ളൊരു ചെടിയാണ്. നമ്മുടെ തൊടിയിലൊക്കെ വളരുന്ന ഒരു ചീരയാണത്. അപ്പം ഇത് വെച്ചിട്ടാണ് നമ്മളിന്ന് ഉപ്പേരി ഉണ്ടാക്കാൻ പോണത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വൈറ്റമിൻ എയിലും അതേപോലെ തന്നെ പ്രോട്ടീൻ കണ്ടൻറ്റ് നല്ലോണം കൂടുതലുള്ളൊരു ഇലവർഗ്ഗമാണിത്. അപ്പോൾ നമുക്കിന്ന് പ്രഷർ കൺട്രോൾ ചെയ്യണ ചീര, പ്രഷർ ചീര അല്ലെങ്കിൽ മധുരച്ചീര വെച്ചിട്ട് ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പേരി എങ്ങനെയാണ് വെക്കാൻ നോക്കാം. ഈ ചെടി കുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നല്ലോണം ഇത് കുക്കാവണം. അതല്ലെങ്കിൽ ഇതിന് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പറഞ്ഞാൽ നമുക്ക് വയറിന് പ്രശ്നം ഉണ്ടാക്കും, അതേപോലെ തന്നെ നമുക്ക് ശ്വാസതടസ്സം ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നന്നായി കുക്ക് ചെയ്തിട്ടേ കഴിക്കാൻ പാടുള്ളൂ. ഈ ഇലകളൊക്കെ ഒന്ന് നന്നായി കഴുകിയിട്ട് ഞാൻ ഇതിങ്ങനെ നീളമായിട്ട് ഇങ്ങനെ മുറിച്ച്, നിങ്ങൾക്ക് കുറച്ചും കൂടെ കനം കുറച്ചിട്ട് വേണമെങ്കിൽ മുറിക്കാം. അങ്ങനെ മുറിച്ച് വയ്ക്കുക. ഈ ഇലവർഗ്ഗം വെച്ചിട്ട് എന്തുണ്ടാക്കുകയാണെങ്കിലും അതൊരു ഇരുമ്പിൻ്റെ ചട്ടിയിൽ ഉണ്ടാക്കണതാണ് നല്ലത്. അപ്പോൾ ഞാൻ എൻ്റെ ഇരുമ്പിൻ്റെ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചോളൂ, കാരണം നമ്മുടെ ഇലയൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. പിന്നെ നമ്മളിതിലേക്ക് നമ്മുടെ ഉള്ളി ചേർക്കും. അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിന് നമുക്ക് വറുക്കാൻ എണ്ണ വേണം. ഇനി ഒന്ന് എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് പിരിയൻ മുളകും കരിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് മുളക് പൊടിയാണ് ഇഷ്ടം വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം. കുറച്ച് പിരിയൻ മുളക് ചേർത്ത് കൊടുത്തിട്ടില്ല. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മീഡിയം സൈസ് സബോള നുറുക്കിയതാണ്. ഇതിൽ ബെസ്റ്റ് ആഡ് ചെയ്യണത് നമ്മുടെ ചെറിയുള്ളി ആഡ് ചെയ്യണതാണ് നല്ലത്. ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് ഞാൻ കുറച്ച് ചെറിയുള്ളി വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, തീർന്നു. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം ഇതിലേക്ക് സബോളയാണ് ആഡ് ചെയ്ത് കൊടുക്കണേ. ചെറിയുള്ളിയുടെ ഗുണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ നമ്മുടെ ബോഡിയിലത്തെ റെഡ് ബ്ലഡ് സെൽസ് റീജനറേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് നമ്മുടെ ചെറിയുള്ളിക്ക്. അപ്പോൾ പരമാവധി ചെറിയുള്ളിയൊക്കെയാണ് ഇതിന് ഉപയോഗിക്കുന്നത് നല്ലത്. അപ്പോൾ ചെറിയുള്ളി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സബോള ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഈ സബോള ഒന്ന് കുറച്ചൊന്നൊരു ലൈറ്റ് ബ്രൗൺ കളർ ആവണതിന് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ പ്രസവം കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്കൊക്കെ ചെറിയുള്ളി കൊടുക്കാനുള്ള റീസൺ ഇതാണ്. അപ്പോൾ ഒന്ന് ഫ്ലെയിം ഒന്ന് കുറയ്ക്കുക, ഒന്ന് കളറ് മാറാൻ തുടങ്ങി, സബോളയുടെ കളറൊന്ന് മാറാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മളിതിലേക്ക് ചേർക്കാൻ പോണത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മഞ്ഞൾപ്പൊടിക്കൊക്കെ ഈ ആൻറ്റി ക്യാൻസർ പ്രോപ്പർട്ടി ഉള്ളതാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടിയൊക്കെ ഉപയോഗിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇനി മഞ്ഞൾപ്പൊടി ഒന്ന് പിടിച്ച് വരുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളി ഒന്ന് വേഗം കുക്കായി വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പ്, അപ്പോൾ ഈ എണ്ണയിലേക്ക് തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു ഗുണം വേഗം ഉള്ളി കുക്കായി കിട്ടും. രണ്ടാമത്തെ സാധനം എന്താ വെച്ചാൽ നമ്മുടെ ഉപ്പ് നമ്മുടെ ഇലയിലേക്ക് കറക്റ്റായിട്ട് സ്പ്രെഡായി കിട്ടും, അവിടെ എവിടെയും പിടിച്ച് നിൽക്കില്ല. അപ്പോൾ ഇനി ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ പോവാണ്. കുറച്ച് ആദ്യം ചേർത്ത് കൊടുക്കുക, പിന്നെ നമുക്ക് നോക്കിയിട്ട് ബാക്കി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഏകദേശം ഒരു അളവിന് ഇട്ടിട്ടുണ്ട്, കറക്റ്റായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി നമ്മുടെ കഴുകി വെച്ചിട്ടുള്ള നമ്മുടെ മുറിച്ച് വെച്ചിട്ടുള്ള ഇലകളുണ്ടല്ലോ, ആ ഇല അങ്ങോട്ട് കുറച്ചായിട്ട് ഓരോ ബാച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. കുറച്ച് ആഡ് ചെയ്യുക, പിന്നെ എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു ബാച്ച് ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറച്ചും കൂടെ ഇല ഇങ്ങനെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഇളക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അതല്ലെങ്കിൽ നമ്മുടെ ഇല ഫുള്ളായിട്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമ്മൾ പിടിച്ച് അടിയുമ്പോൾ പിടിച്ച് ഇളക്കി അപ്പോഴേക്കും കുറേ ഇല പുറത്തൊക്കെ ചാടി അങ്ങനെയൊക്കെ പ്രശ്നം. അപ്പോൾ ഇത് ഓരോ ബാച്ചായിട്ട് ആഡ് ചെയ്യണം നല്ലത്.
ഈ മുരിങ്ങയുടെ ഇല ആയാലും ശരി, ഇങ്ങനത്തെ ഏത് ചീരുപ്പേരി വെക്കുകയാണെങ്കിലും ശരി, നമ്മൾ ഉണ്ടാക്കി വരുമ്പോൾ നല്ലോണം ആദ്യം നമ്മൾ മുറിക്കുമ്പോൾ നല്ലോണം ഉണ്ടാവും, പക്ഷെ നമ്മൾ ഉണ്ടാക്കി വരുമ്പോൾ ആകെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതാണ് ഈ ചീരവർഗ്ഗത്തിൻ്റെ ഒരു പ്രത്യേകത. ഇനി നമ്മൾ ഏകദേശം എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് ഇടയ്ക്കൊന്നിങ്ങനെ ഇളക്കി കൊടുത്തു നോക്കാം. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമുക്ക് ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക പറഞ്ഞാൽ ഒന്ന് നമുക്ക് വറ്റി വരണം. വാട്ടർ കണ്ടൻറ്റൊക്കെ ഏകദേശം പോയിട്ട് ഇത് നന്നായി കുക്കായി വരണം. നമുക്ക് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ഡാർക്ക് കളറാവണം. അപ്പോഴാണ് ഇത് കറക്റ്റായി കുക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ള നമുക്ക് മനസ്സിലാവുക. അപ്പോൾ നമുക്ക് ഇതൊന്നൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുറച്ച് നേരം കുക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് വെക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് വെച്ചിട്ട് നിങ്ങൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അങ്ങനെ ഒരു 2 വട്ടം ചെയ്തിട്ട് നിങ്ങൾക്ക് ഏകദേശം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയും ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ഒരു 2 മിനിറ്റ് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇടയ്ക്കിങ്ങനെ തുറന്നിട്ട് ഇളക്കി വിടുക. എന്നിട്ട് പിന്നെയും ഒരു 2 വട്ടം ഇങ്ങനെ അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ചീര ഏകദേശം കറക്റ്റായി കുക്കായി കിട്ടും. അപ്പോൾ ഇതിലേക്ക് വെള്ളം കാര്യം ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആ കഴുകി വെച്ചിട്ടുള്ള ആ വെള്ളമില്ലേ, ആ വെള്ളം മതിയാവും. അതല്ലെങ്കിൽ കൂടുതൽ വെള്ളം ചേർത്ത് ഭയങ്കര സോഗിയാവും. അപ്പോൾ ഇന്ന് നമുക്ക് ഒരിക്കൽ കൂടെ ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. ഇപ്പം എൻ്റെ ചീര ഏകദേശം ആയ പോലെ ഉണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ഇതേപോലെ ഫ്ലെയിമൊന്നും വേണമെങ്കിൽ ആയിന്ന് തോന്നിക്കഴിഞ്ഞാൽ നിർത്തിക്കോളൂ. അതല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒന്നും കൂടെ ഇളക്കി കൊടുക്കുക. ഇപ്പം എൻ്റെ ഏകദേശം ആയിട്ടുണ്ട്. ഏകദേശം വറ്റിങ്ങനെ കണ്ടല്ലോ അല്ലേ, നിങ്ങൾക്ക് ഡാർക്ക് കളറായത് കാണില്ലേ. അപ്പോൾ ഇത് കുക്കായിട്ടുണ്ടെന്ന് അർത്ഥം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല നമ്മുടെ പച്ച ടേസ്റ്റ് പോയിട്ടുണ്ടോ അതോ കുക്ക്ഡ് ആയിട്ടുണ്ടോ എന്ന് മനസ്സിലാവും. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമുക്ക് ഇതിലേക്ക് തേങ്ങ ചിരവിയിട്ടതാണ് അടുത്തത് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് വരുന്നുണ്ട്. അത് കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു ഉപ്പേരിയാണ്. ഇവിടെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ തികയില്ല. കാരണം ഒന്നാമത് നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ കുറേ ഉണ്ട് ഉണ്ടാക്കാനെന്നൊക്കെ. പക്ഷേ ഉണ്ടാക്കി വരുമ്പോൾ ആകെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അതോ നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും പങ്കിട്ട് കൊടുക്കുക ചെയ്യാം. നിങ്ങൾ ഇത്ര കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതും കൂടുതൽ കൺസ്യൂം ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇനി അടുത്തത് ഞാനിവിടെ തേങ്ങ ചിരവി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അതാണ്. അപ്പോൾ നമുക്ക് ചൂടുള്ളപ്പോൾ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അല്ല നിങ്ങൾ ഫ്രഷായി ചിരവിയ തേങ്ങ വെച്ചാൽ നേരെ ഡയറക്റ്റായിട്ട് കഴിക്കണതിന് മുന്നേ ആഡ് ചെയ്താലും മതി. അപ്പോൾ ഞാൻ ചിരവി ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള തേങ്ങയാണ്. അപ്പോൾ ഞാൻ ആ ചൂടുള്ളപ്പോൾ തന്നെ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലോണം തേങ്ങ ആഡ് ചെയ്ത് കൊടുത്തോളൂ. നല്ല ടേസ്റ്റാണ്. തേങ്ങയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള നല്ല ടേസ്റ്റ് വരും. ഈ ചീരയ്ക്ക് വേറൊരു പ്രത്യേകത പറഞ്ഞാൽ, ഈ പ്രസവം കഴിഞ്ഞ സ്ത്രീകളുണ്ടല്ലോ, പ്രസവം കഴിഞ്ഞ സ്ത്രീകൾ മുരിങ്ങയുടെ ഇല കഴിക്കണില്ലേ, അതേപോലെ തന്നെ ഈ ചീരയും നല്ലതാണ്. പക്ഷെ ഞാൻ എന്താ പറഞ്ഞാൽ നന്നായി ശ്രദ്ധിക്കണം, നന്നായി കുക്ക് ചെയ്തിട്ട് വേണം കൊടുക്കാൻ. അതല്ലെങ്കിൽ ഈ കോൺസ്റ്റിപ്പേഷൻ അതേപോലെ തന്നെ നമുക്ക് ശ്വാസതടസ്സമൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ കറക്റ്റായി കുക്ക് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ ഒരു ബെസ്റ്റ് മരുന്നെന്ന് തന്നെ പറയാം. ഞാൻ കുറച്ചും കൂടെ തേങ്ങ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഉപ്പേരി നിങ്ങളുടെ തൊടിയിലൊക്കെ ഉണ്ടാവും. നിങ്ങൾ ചിലപ്പോൾ ആ ചെടി പൊറിച്ച് കളഞ്ഞിട്ട് അടക്കമുണ്ടാവും. അപ്പം ഇനി മുതൽ ശ്രദ്ധിക്കുക, ഇത് നല്ല ഗുണമുള്ളൊരു ചെടിയാണ്. പൊറിച്ച് കളയാൻ നിൽക്കരുത്. അത് നമുക്ക് ഉപ്പേരിയായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും ഈ ഉപ്പേരി ട്രൈ ചെയ്ത് നോക്കുക, എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയുക. അപ്പോൾ എല്ലാവരും ഹെൽത്തി ആയിട്ട് ഉള്ള ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ട് താഴെ കമൻറ്റ് എഴുതാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യണം. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.